നടൻ സിദ്ദിഖിനെ ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങി. സിദ്ദിഖിനായി അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് നീക്കം. സിദ്ദിഖ് രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു പോലീസ്. അതേസമയം അറസ്റ്റ് തടയുന്നതിനായി നിയമസാധ്യതകൾ തേടി സിദ്ദിഖ് മകൻ ഷഹീൻ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക് പോകാം. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതാണ്. അറസ്റ്റ് ഏത് വിധേനയും ഒഴിവാക്കാൻ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ശ്രമം നടക്കുന്നു. അതിനായി മകൻ അഭിഭാഷകനെ സമീപിച്ചു എന്നുള്ളതാണ്. സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസ് എവിടെയൊക്കെ തിരച്ചിൽ നടത്തി? വീട്ടിലും സിദ്ദിഖില്ല എന്നറിയുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? വീണ, മണിക്കൂറുകളായി കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗത്തുമുള്ള പ്രാദേശിക പോലീസിന്റെ നേതൃത്വത്തിലാണ് ആ പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ, സിദ്ദിഖ് എത്തിപ്പെടാൻ സാധ്യതയുള്ള ബന്ധുമിത്രാദികൾ, സിനിമാ ബന്ധമുള്ള സുഹൃത്തുക്കൾ, ഇവരുടെ എല്ലാം ഫ്ളാറ്റുകൾ, ഹോട്ടലുകൾ, വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇതുവരെയും എവിടെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു തുമ്പും അന്വേഷണ സംഘത്തിന് പോലീസിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി തൊട്ട് പിറകെ തന്നെ അന്വേഷണ സംഘത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് സിദ്ദിഖ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കണം എന്നുള്ള ഒരു കാര്യം അത് കൃത്യമായി പാലിക്കാൻ പോലീസിനും അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ആ വിമർശനം കൂടുതൽ ശക്തമാകുന്ന കാര്യങ്ങളാണ് ഈ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സിദ്ദിഖ് ഒളിവിൽ തന്നെ കഴിയാനുള്ള സന്നാഹങ്ങൾ സിദ്ദിഖ് നേരത്തെ തന്നെ കരുതിക്കൂട്ടി അതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ള വിലയിരുത്തലാകണം ഈ ഒരു ഘട്ടത്തിൽ നമുക്കും അനുമാനിക്കേണ്ടത്. ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ, പ്രബലമായ തെളിവുകൾ സിദ്ദിഖിനെതിരെ ഉണ്ടായിരുന്നു. ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് പോലീസിന് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അന്വേഷണ സംഘം മനസ്സിലാക്കേണ്ടതായിരുന്നു. ആ ഒരു മനസ്സിലാക്കൽ, ആ ഒരു അനുമാനം സിദ്ദിഖിനും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ ഒളിവിൽ പോകാനുള്ള സുരക്ഷിതമായുള്ള സ്ഥലങ്ങൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി സിദ്ദിഖ് മുൻകൂട്ടി തയ്യാറാക്കി ആ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരിക്കണം എന്നുള്ള വിലയിരുത്തലുകളാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. സുപ്രീം കോടതിയിലേക്ക് അടുത്ത ഘട്ടത്തിൽ നിയമ നടപടികളുമായി സാധ്യതകളുമായി സിദ്ദിഖ് പോവുകയാണ്. ആ ഒരു കാലയളവിൽ അറസ്റ്റ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ, അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിത സ്ഥാനത്തിരിക്കാനുള്ള സാധ്യതകളായിരിക്കണം സിദ്ദിഖ് നടത്തിയിട്ടുള്ളത് എന്നുള്ള അനുമാനമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തലുകളാണ് നടത്താനാവുക. എന്തായാലും കൂടുതൽ നിയമസാധ്യതകളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന്, സിദ്ദിഖിന്റെ മായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മകൻ ഷഹീൻ അഭിഭാഷകരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയാണ് അത്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങളാകാം, എന്തൊക്കെ തെളിവുകളാണ് സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു അപ്പീലുമായിട്ട് സിദ്ദിഖ് പോകുമ്പോൾ സിദ്ദിഖിനെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് മുൻപിൽ നൽകാനുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ആശയവിനിമയമായിരിക്കണം ഇപ്പോൾ മകൻ ഷഹീൻ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ചർച്ച ചെയ്തിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ, കൂടുതൽ വസ്തുതകൾ എന്തൊക്കെ സുപ്രീം കോടതിയിൽ നൽകാനാകും, ഇത് തള്ളിപ്പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്, സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴും സമാനമായ രീതിയിൽ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുതകൾ, തെളിവുകൾ ഒക്കെ തന്നെയാണ് നൽകുന്നതെങ്കിൽ അത് തള്ളിപ്പോകാനുള്ള സാധ്യതകൾ അപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നൽകാനാകും, സുപ്രീം കോടതിയെ ബോധിപ്പിക്കാനാകും എന്നുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ നിയമസാധ്യതകളിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഒരു കൂടിക്കാഴ്ച, ചർച്ചയായിരിക്കണം ഇപ്പോൾ മകൻ ഷഹീൻ അഭിഭാഷകരുമായി നടത്തിയിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ സുപ്രീം കോടതിയിൽ ഒരുപക്ഷെ നാളെ തന്നെ സിദ്ദിഖ് പോകുന്നതിനുള്ള അപ്പീൽ നൽകുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു സുപ്രീം കോടതി ഈ ഒരു ഹർജി പരിഗണിക്കുന്ന ആ ഒരു കാലയളവിൽ അറസ്റ്റ് തടയുക എന്നുള്ളത് തന്നെയായിരിക്കണം സിദ്ദിഖിന്റെ ലക്ഷ്യം. ആ ഒരു കാലയളവിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഒളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് നിയമ നടപടികളിലേക്ക് കൂടുതൽ കടക്കുക എന്നുള്ള കാര്യമായിരിക്കണം സിദ്ദിഖ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് വിലയിരുത്തലുകൾ, എന്നത് തന്നെയാണ് അനുമാനം. എന്തായാലും സിദ്ദിഖിനെ കണ്ടെത്തുന്നതിന് വേണ്ടി കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള, കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് സിദ്ദിഖ് എത്തിപ്പെടാൻ സാധ്യതയുള്ള നെടുമ്പാശ്ശേരി, ആലുവ, കൊച്ചി നഗരം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആഡംബര പഞ്ചനക്ഷത്ര ഹോട്ടലുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ നെടുമ്പാശ്ശേരിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സിദ്ദിഖുണ്ട് എന്നുള്ള അഭ്യൂഹം പറഞ്ഞിരുന്നു. ഈ ഭാഗത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ സിദ്ദിഖ് ഒളിവിൽ തങ്ങാൻ വേണ്ടിയായിരിക്കണം ഈ ഒരു ഭാഗത്ത് ഉണ്ട്
അല്ലെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് ശ്രമം നടത്തിയത് എന്നുള്ള വിലയിരുത്തൽ. അതുകൊണ്ടാണ് ആ ഭാഗത്തെ നെടുമ്പാശ്ശേരി ഭാഗത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് പകൽ വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയത്. കൊച്ചി നഗരത്തിലെ പല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകളും വിരളമാണ്. പക്ഷേ ആ സാധ്യതകളും തള്ളിക്കളയുന്നില്ല. മറ്റ് പാലക്കാട് വഴി അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അയൽ സംസ്ഥാനത്തേക്ക്, തമിഴ്നാട്ടിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ദിലീപിന്റെ കേസിന് ശേഷം ഏറെ നിർണായകമായി ഒരുപക്ഷെ ഒരു നടൻ ജയിലിൽ പോകാൻ സാധ്യതയുള്ള ഒരു കേസായി മാറിയിരിക്കുകയാണ് സിദ്ദിഖിനെതിരെയുള്ള ഈ ലൈംഗിക പീഡന കേസ്. അതുകൊണ്ട് സിദ്ദിഖിനെ എത്രയും പെട്ടെന്ന് ഇനി പിടികൂടിയില്ലെങ്കിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് കേരള പോലീസിനും സംസ്ഥാന സർക്കാരിനും നേരിടേണ്ടി വന്ന ആ വിമർശനം ഇനിയും കൂടുതൽ ശക്തമായി സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയരും. പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് സിദ്ദിഖിന് ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി നൽകിയത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ അന്വേഷണ സംഘം ഒരുക്കി നൽകുകയായിരുന്നു എന്നുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ച് അവിടെ നിന്ന് ഒരു പക്ഷേ ഒരു ഇടക്കാല ഉത്തരവൊക്കെ നേടിയെടുത്ത ശേഷം മാത്രമേ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് അത്തരം കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.